നമുക്ക് സഹിക്കാൻ കഴിയാത്ത എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് അറിയോ? അതായത് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിക്ക് നമ്മൾ അത്ര വലിയ കാര്യമുള്ള ആളായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? ഇയാൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രത്തോളം ചിന്തിച്ച് വേസ്റ്റാക്കിയെന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. ഇതാലോചിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ബ്രേക്ക് ഡൗൺ ആവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തിയോട് നമ്മൾ പരിചയപ്പെട്ട കാലം വരെ നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അയാൾക്ക് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള ഒരു കാര്യം. പല സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും നമുക്കിതൊന്നും അങ്ങോട്ട് സഹിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? നമ്മളിതൊക്കെ അങ്ങ് മറന്നിട്ട് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോലും അങ്ങ് നഷ്ടപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷയോടുകൂടി അവരോടൊപ്പം അങ്ങ് യാത്ര ചെയ്തു തുടങ്ങും, എങ്ങോട്ടെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ. എന്നാൽ ഒരു ദിവസം നമ്മുടെ തലച്ചോറ് നമ്മളെ ഓർപ്പിക്കും, എന്താണെന്നറിയോ? ഇതിൽ കൂടുതലൊന്നും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നമ്മുടെ സഹനശേഷി മൊത്തം നഷ്ടപ്പെട്ടു എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. ഇറ്റ്സ് ഓക്കെ ടു ലൈക്ക് സംവൺ, ബട്ട് നെവർ ലോസ് യുവർ ഓൾ റെസ്പെക്റ്റ്, ഓൾ സെൽഫ് റെസ്പെക്റ്റ്. ഒരാളെ ഇഷ്ടപ്പെടാം, പക്ഷേ ഒരിക്കലും സ്വയം നഷ്ടപ്പെടുത്തരുത്. താങ്ക് യു.